ഈ BJP ഭരണം രാജ്യത്ത് വന്നതോടുകൂടി BJPക്കാർ എന്ന് പറയാവുന്നതിനപ്പുറത്ത് ഒരുപാട് തീവ്ര വർഗീയ വിദ്വേഷികൾ, പലപ്പോഴും BJPക്കാർ പോലും പരസ്യമായി അംഗീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തിയുമായി ഈ രാജ്യത്തുണ്ട്. സമാനമായ രീതിയിൽ ഭ്രാന്തായിപ്പോയ ചില ഒറ്റപ്പെട്ട വിഭാഗങ്ങൾ മറുവശത്തുമുണ്ട്, അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്നവരെങ്കിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാനത് പണ്ട് നിഷേധിച്ചിരുന്നു. പക്ഷേ അത്തരം ഒറ്റപ്പെട്ട ചില വർഗീയ വിദ്വേഷ ഭ്രാന്തന്മാരെ ഈ സമുദായ സംഘടനകൾ രൂപപ്പെടുത്തിയെടുത്ത് മനുഷ്യൻ്റെ രൂപവും മൃഗത്തിൻ്റെ മനസ്സുമായി അലഞ്ഞു തിരിയുന്ന കൂതറകൾ ഈ പേരുകളിലുമുണ്ട് എന്ന് ഉറപ്പായും തോന്നിയ ദിവസങ്ങളിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഷബീർ അലി ചെമ്മാട് ആലിങ്കടയിലോ കണ്ടാണത്തോ എന്നെങ്ങാണ്ട് പറയുന്ന പേരിൽ ഒരു ജീവി, അല്ലെങ്കിൽ ഒരു ഈ മതം ആണ് ഇങ്ങനെ എന്ന് വിശ്വസിക്കുന്ന ഒരു മനോരോഗി, അയാൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വൃത്തികെട്ട പരനാറി അനിലാണ് മുസ്ലിം സംഘടനകളും മൗലവിമാരും എന്ത് നിലപാടെടുക്കണമെന്ന് ഉപദേശിക്കുന്നത്. പോടാ ഹമുക്കെ, പോയി കൈനീട്ടം നക്കി തിന്നാൻ നോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മരണപ്പെട്ടുപോയ ഒരു സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് വിഷുദിനത്തിൽ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ എനിക്ക് കൈനീട്ടം തന്നു. ഞാൻ അമ്മയ്ക്ക് കൈനീട്ടം അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ചിത്രം കണ്ടിട്ടാണ് യവൻ വിരളി പൂണ്ടത്. യവൻ വിരളി പൂണ്ടുന്നത് കണ്ട് ഞാനത് വീണ്ടും ഒരു റീൽ പോലെയാക്കി രണ്ടാമതും പോസ്റ്റ് ചെയ്തു. സത്യത്തിൽ യവനെപ്പോലെയുള്ളവനെ ഏതെങ്കിലും സംഘടനകൾക്കുള്ളിൽ വളർത്തിക്കൊണ്ട് വരുന്നത് ഒരു വിശ്വാസം എന്ന പേരിലുള്ള യവൻ്റെ ദുർഗന്ധങ്ങളെ സഹിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ സമൂഹം എത്തിച്ചേരുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. യവൻ്റെ സുഹൃത്തുക്കളോ അയൽക്കാരോ സംഘടനയിലുള്ളവരോ ആയ ആരെങ്കിലും മനുഷ്യർ ഇവനെ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്നത് പോലെ ചികിത്സിക്കുകയോ അല്ലെങ്കിൽ വന്ധ്യംകരിക്കുകയോ, വന്ധ്യംകരിക്കുക എന്ന് പറഞ്ഞാൽ ആശയപരമായി വന്ധ്യംകരിക്കുകയോ അതിനുവേണ്ടിയുള്ള നെല്ലിക്കാത്തളം വെക്കുകയോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയ ബാധ്യതയായി തീരും. ഇവൻ്റെ പോസ്റ്റുകളിൽ ആകെ 10-35 പോസ്റ്റേ ഉള്ളൂ. ആ പോസ്റ്റുകളിലെല്ലാം ഇവനെ കണ്ടാൽ നമുക്ക് തോന്നുന്നത് നമ്മുടെ ശശികലയുടെ ഒരു ആൺ വേർഷനാണെന്ന് തോന്നും. ഏത് ശശികലയുടെ? ശശികല ടീച്ചറുടെ ഒരു ആൺ വേർഷനാണ് എന്ന് തോന്നിപ്പോവും. അവൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ല വേറൊരാൾ പെരുമാറുന്നതെങ്കിൽ അതിനകത്ത് വിയോജിക്കുന്നതിനോ ആശയത്തെ എതിർക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല. മറ്റുള്ളവരുടെ ആചാരങ്ങളെയോ വിശ്വാസങ്ങളെയോ പരിഹസിക്കാനും കളിയാക്കാനും ഈ നാറിക്കെന്നല്ല ഒരു നാറിക്കും ഈ ഭൂമിയിൽ അവകാശമൊന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ അവരവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തോട് ഐക്യദാർഢ്യപ്പെടുന്നവർ അല്ലെങ്കിൽ അത്തരം സംഗതികളിൽ പങ്കെടുക്കുന്നവർ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു മുനവർ അലി ശിഹാബ് തങ്ങൾ വിഷുദിനവുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു ചടങ്ങിൽ ഒരു വീട്ടിൽ ചെന്ന് അവിടുന്ന് വിഷുദിനത്തിൻ്റെ സദ്യ ആകസ്മികമായി പോയി കഴിക്കേണ്ടി വരുന്നതും ആ വീട്ടിലെത്തിയപ്പോൾ അവർ കണിക്കൊന്ന കൊടുത്ത് സ്വീകരിക്കുന്നതുമൊക്കെ മനോഹരമായ നിമിഷങ്ങളാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ലിയോപോൾ നമ്മുടെ മാർപ്പാപ്പ അങ്ങ് അൾജീരിയയിലെ ഒരു ഗ്രാൻഡ് മോസ്കിൽ സന്ദർശനം നടത്തുകയും മനുഷ്യൻ്റെ ചേർന്ന് നിൽക്കലിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്തത്. ഇവനെപ്പോലുള്ളവന് ഇനി കുട്ടികളുണ്ടോ, ആ കുട്ടികൾ ഈ മാനസികാവസ്ഥയിലാണോ എന്നറിയത്തില്ല. അതല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, ഇവനൊരു പഴമൂടായിട്ട് അങ്ങനെ അങ്ങ് ജീവിച്ച് അവസാനിച്ചുകൊള്ളും. പക്ഷേ ഇതേ മൂഡ് ഇറങ്ങുകയും കുറേ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാർ, ഇതുപോലുള്ള വൃത്തികെട്ട കമൻറ്റുകൾ, എൻ്റെ ആശയങ്ങളോട് നിങ്ങൾക്ക് വിയോജിക്കാം, ഞാൻ പറയുന്നതിനോട് വിയോജിക്കുകയും ആവാം. പക്ഷേ വേറൊരു വിശ്വാസത്തിൻ്റെ ആചാരങ്ങളെ പരിഹസിച്ച് നീ ഇതുപോലെ നീട്ടി വളർത്തിയ കുറച്ച് ദീക്ഷയും കാണിച്ച് പതിഞ്ഞ ഇതുമൊക്കെ മുറിച്ച് വെച്ചിട്ട് അത് കാണുമ്പോഴത്തേക്ക് ഇവനാണ് ഒറിജിനൽ മുസ്ലിം എന്ന് സമൂഹത്തിൽ തോന്നിപ്പോകുന്നത് ഒരു വലിയ ക്രൂരതയും വലിയ തെറ്റായ സന്ദേശവുമായിരിക്കും. അവിടെ മനുഷ്യരാണ് ഏറ്റവും പ്രധാനമെന്നും മനുഷ്യൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ ബഹുമാനിക്കുകയും സാമൂഹികമായി അത്തരം സംഗതികളിൽ പരസ്പരം ചേർന്ന് നിൽക്കുകയും വിശ്വാസപരമായി ഇവൻ്റെയൊക്കെ ഒരു വിചാരം എന്താണെന്നറിയോ? ഇവൻ്റെയൊക്കെ ഒരു വിചാരം ഇതെന്ന് പറയുന്നത് ഭയങ്കരമായ പിന്നെ എന്തോ അങ്ങനെ ഒന്ന് പൊയ്പോയാൽ എവൻ്റെ ഇന്ന് ഇതങ്ങ് പൊയ്പോവും, ഇതെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ ഇതൊരു മനോരോഗമാണ്. ഈ മനോരോഗം ഉണ്ടാക്കിയെടുക്കുന്ന ചില സംഘടനകളുടെ അവന്മാരൊക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ പ്രസംഗിച്ചിട്ട് കാശും വാങ്ങിച്ച് നല്ല ആഹാരവും കഴിച്ചുകൊണ്ടങ്ങ് പോകും. ഇത് കേട്ട് നിങ്ങളുടെ പ്രസംഗം കേട്ട് മനോരോഗികളായി പോകുന്ന ഇതുപോലുള്ള കുറേ പേരുണ്ട്. ചിലരൊക്കെ വലിയ തീവ്ര സംഗതികളിൽ പ്രസംഗിക്കുന്നവരാണ്. പക്ഷേ ചില പ്രദേശത്തേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. അവിടെ പോയ വിവരം അറിയും. ഇപ്പം മൂവാറ്റുപുഴ പോകാൻ കഴിയാത്തവരുണ്ട്, തൊടുപുഴ പോകാൻ കഴിയാത്തവരുണ്ട്. അവിടെ ചെല്ലാനൊക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ
ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെയോ അവർ കണി കാണുകയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്നതിന് നിനക്ക് ഈ ഒരു മുസ്ലിം പേര് വെച്ച് അത് ഇസ്ലാം മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നാറ്റിക്കുന്ന ഇത്തരം നാറിത്തരങ്ങൾ സമൂഹം തിരിച്ചറിഞ്ഞ് പിഴുതു കളയേണ്ടത് അത്യാവശ്യമാണ്. ഒരു ലിങ്ക് ഉണ്ട് അതിൽ, ഫേസ്ബുക്കിൽ പോയി നോക്കിയാൽ കാണും.